ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ടയുടെ ടേസ്റ്റ് ഒരുപാട് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഒരു മുട്ട എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുഴപ്പമില്ല, മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 2 മുട്ട എടുക്കാവുന്നതാണ്. ഇത് ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുക്കുന്നത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് അരിപ്പൊടിയാണെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഇത്രയും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. രണ്ട് തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയും മുട്ടയും അടിച്ചു വെച്ചിരിക്കുന്നത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. എന്നിട്ട് പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടിയായതുകൊണ്ട് കുറച്ച് പാല് കൂടി ചേർത്ത് ഇളക്കുകയാണ്. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 സ്പൂൺ കൊക്കോ പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം വാനില ഫ്ലേവറിലുള്ള നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററും കുറച്ച് പാല് കൂടി ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വാനില ഫ്ലേവറിലുള്ള ബാറ്ററും കൊക്കോ മിക്സും തുല്യ അളവിലാക്കുക. പിന്നെ ഞാനിവിടെ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ 45 മിനിറ്റ് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഓവനിൽ ഉണ്ടാക്കുന്നത്. ഓവനിൽ ഉണ്ടാക്കുമ്പോൾ 4 അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കേക്ക് റെഡിയാവും. ഓവനിലായതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് എടുത്ത് അതിൽ ബട്ടർ തടവി അതിനുശേഷം വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കൊക്കോ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ മാറി മാറി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു കത്തി വെച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഡിസൈൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിത് ഓവനിൽ വെക്കുകയാണ്. അതിനു മുൻപ് ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ബീറ്ററോ മെഷർമെൻറ്റ് കപ്പോ ഓവനോ ഒന്നുമില്ലാതെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. കുക്കറിൽ വെക്കുമ്പോൾ 45 മിനിറ്റ് എടുക്കുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഓവനിൽ വെച്ചത്. ബാക്കിയെല്ലാം സിമ്പിൾ മെത്തേഡിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.